ഹലോ വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ആക്ച്വലി ഭയങ്കര സൂപ്പർബായിട്ടുള്ള ഒരു സംഭവമാണെന്നും പറയുന്നത് കേട്ടോ. കാരണം നമുക്ക് എല്ലാവർക്കും ആഗ്രഹമാണ് നമ്മളൊന്ന് ഒരുങ്ങി ഇറങ്ങുമ്പോൾ എന്താ പറയുക, സെലിബ്രിറ്റീസിനെ പോലെയൊക്കെ നമ്മളുടെ ഫീച്ചേഴ്സും നല്ല പോലെ എൻഹാൻസ് ചെയ്യണം, ഒന്നും കൂടി എടുത്ത് കാണിക്കണം, ഫേസ് നല്ല ഷാർപ്പായിരിക്കണം എന്നൊക്കെ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. പക്ഷേ മിക്ക ആൾക്കാർക്ക് അറിയില്ല നമ്മളത് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് അറിയില്ല. പ്ലസ് നമുക്ക് അതിനുള്ള നല്ല പ്രൊഡക്റ്റ് ഏതാണെന്നുള്ളതും അറിയാത്തത് കൊണ്ട് ചെയ്യാറില്ല. അപ്പം അത് മാത്രമല്ല, നമ്മൾ മേക്കപ്പ് ചെയ്യുന്നവർ, മേക്കപ്പ് ആർട്ടിസ്റ്റിനൊക്കെ അറിയാമായിരിക്കും നമ്മൾ എങ്ങനെയാണ് കോണ്ടൂർ ചെയ്യാമെന്നൊക്കെ. സാധാരണ ആൾക്കാർക്ക് ഈ വേർഡ്സോ ഇതൊന്നും കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അറിയില്ല. പിന്നെ നമ്മളുടെ ചാനലിനെ സംബന്ധിച്ച് കംപ്ലീറ്റ് ആയിട്ട് ബ്യൂട്ടി നോളേജ് ആയതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ എല്ലാ കാര്യത്തിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഓരോ കാര്യങ്ങളും, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ബ്ലഷിൻ്റെ കണ്ടു, ഇന്ന് നമ്മൾ ഫേസ് കോണ്ടൂറിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ ദിവസവും നമ്മൾ ഓരോ കാര്യങ്ങളെക്കുറിച്ച് ട്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിലൂടെ തന്നെ കുറേ നോളേജ് കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കേട്ടോ. അതുപോലെ തന്നെ മുഴുവൻ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്ത് അറിയിക്കാനും വിട്ടുപോകരുത്. അപ്പോൾ നമുക്ക് നോക്കാം ഏത് പ്രൊഡക്റ്റാണ് അല്ലെങ്കിൽ ആ ഒരു ടെക്നിക്ക് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ എത്ര ചില സെലിബ്രിറ്റീസിനെക്കാളും ഭയങ്കര ചബ്ബി ഫേസൊക്കെ ആയിരിക്കാം, ബട്ട് ഒന്ന് ഒരുങ്ങി ഒന്ന് ഇറങ്ങുമ്പോൾ മേക്കപ്പൊക്കെ ചെയ്ത് ഇറങ്ങുന്ന സമയത്ത് ഫേസ് ഭയങ്കര ഷാർപ്പായിട്ട് ഫീൽ ചെയ്യും അല്ലേ. നോസൊക്കെ ഒന്നുകൂടെ ഷാർപ്പായിരിക്കും. അതുപോലെ നമ്മളുടെ ഈ ചീക്കിൻ്റെ സൈഡ്, അതുപോലെ നമ്മുടെ ജോ ലൈൻ, ഇതെല്ലാം ഭയങ്കര ഷാർപ്പായിട്ട് കാണും. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷനായിരിക്കും, പലർക്കും ഭയങ്കര കൺഫ്യൂഷനാണ്. അപ്പോൾ ഇത് നമുക്ക് ചെയ്യുമ്പോൾ എടുത്തറിയാനും പാടില്ല, വളരെ നാച്ചുറലായിട്ട് ഉള്ള ഒരു ലുക്കിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടതും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിനനുസരിച്ച് പ്രൊഡക്റ്റും കൂടി നമ്മൾ നല്ല രീതിയിൽ നോക്കി മേടിക്കണം എന്ന് പറയുന്നത്. അപ്പോഴാണ് നമുക്ക് ആ ഒരു റിസൾട്ട് വരിക. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ഒരു പ്രൊഡക്റ്റ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാനിത് ചെയ്ത് കാണിച്ച് തന്നതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ ഫേസ് നോക്കി കഴിഞ്ഞാൽ ചബ്ബിയാണ്. അപ്പോൾ ഞാൻ നോർമലി നമ്മൾ കോണ്ടൂർ ചെയ്തിട്ടൊന്നും അല്ല പോകുന്നത്. നമ്മൾ ഈ ഫേസ് കോണ്ടൂർ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ഷേപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഫീച്ചേഴ്സിനെ എൻഹാൻസ് ചെയ്യുന്നതിനെയാണ് ഫേസ് കോണ്ടൂർ ചെയ്യുക എന്ന് പറയുക കേട്ടോ. അപ്പോൾ കോണ്ടൂറിങ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയുന്നത്, ഫേസ് കോണ്ടൂറിങ് അല്ലെങ്കിൽ ഷേപ്പ്. അപ്പോൾ അത് നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മളൊരു ബ്രൈഡിനെ ഒരുക്കുന്നു അല്ലെങ്കിൽ ആരെ ഒരുക്കുവാണെങ്കിലും നമ്മളത് എല്ലാവരും തന്നെ കോണ്ടൂർ ചെയ്യാറുണ്ട് മാക്സിമം. ചിലവർക്ക് നാച്ചുറലായിട്ട് തന്നെ ഭയങ്കരമായിട്ട് ഫീച്ചേഴ്സൊക്കെ എടുത്ത് കാണിക്കും. അതുപോലെ ഓവർ എന്താ പറയുക, ഇങ്ങനെ ചബ്ബി അല്ലാതെ ഭയങ്കര ഒതുങ്ങി നിൽക്കുന്ന ഫേസ് ആയിരിക്കും, ഭയങ്കര തിന്നായിരിക്കും. അപ്പോൾ അവർക്ക് നമുക്കതിൻ്റെ ആവശ്യമില്ല. കാരണം ഓൾറെഡി നാച്ചുറലായിട്ട് തന്നെ ആ ഒരു ചീക്കാണെങ്കിലും ശരി, നമ്മുടെ ജോ ലൈനാണെങ്കിലും നോസ് എല്ലാം തന്നെ ഭയങ്കര ഷാർപ്പായിട്ട് എടുത്ത് കാണിക്കുന്നവർക്കെല്ലാം ഇത് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. അല്ലാത്തവർക്ക് ഇങ്ങനെ നമ്മൾ കോണ്ടൂർ ചെയ്തിട്ട് നമ്മൾ മേക്കപ്പിൽ കോണ്ടൂറും കൂടി ഉൾപ്പെടുത്തുവാണെങ്കിൽ ഭയങ്കര സൂപ്പർബായിരിക്കും. ഇപ്പോൾ എല്ലാവരും മേക്കപ്പ് ചെയ്യുന്നവരായിരിക്കും. മേ ബി ഒരു ഫംഗ്ഷനൊക്കെ പോകും. മേക്കപ്പ് എന്നുള്ളത് ഏത് രീതിയിൽ പലരും പല രീതിയിലായിരിക്കും ചെയ്യുന്നത്. ഞാൻ എന്തായാലും ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ ചെയ്യണമെന്നുണ്ട്. എന്തായാലും ഒരു എന്താ പറയുക, മേക്കപ്പ് ഞാൻ ചെയ്ത് കാണിക്കും സെൽഫായിട്ട്. അപ്പോൾ അതിൽ പലരും മേക്കപ്പിൽ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നവരുണ്ടാവാം, ബ്ലഷ് ഉണ്ടാവാം, ഹൈലൈറ്റ് ഉണ്ടാവാം, അതുപോലെ കോണ്ടൂർ ഉണ്ടോ എന്നുള്ള അറിയുന്നവരാണെങ്കിൽ അതും ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമ്മൾക്ക് കറക്റ്റായിട്ട് നമ്മളുടെ ഫീച്ചേഴ്സിനനുസരിച്ച് നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ അത് എന്താവും, നമുക്ക് ആ റിസൾട്ട് ഭയങ്കരമായിട്ട് വേറെ രീതിയിലായിപ്പോവും. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒന്നായിരിക്കും, നമ്മൾ ഔട്ട്ലുക്ക് ഒന്നായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റായിട്ട് ആ പോയിൻ്റ് മനസ്സിലാക്കി ചെയ്യുക. ഫസ്റ്റ് നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, പോയിൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം നമ്മളുടെ ഈ ഡബിൾ ചിന്നില്ലേ, ഇപ്പോൾ ഇവിടെ എൻ്റെ ഈ ജോ ലൈൻ എന്ന് പറഞ്ഞാൽ ഇത്രയ്ക്കും ഉണ്ട്. എനിക്ക് ഭയങ്കര ഡബിൾ ചിന്നുണ്ട്, കണ്ടോ. ഈ ഒരു ലെവലിലായിരിക്കണം നമ്മളിത് കീപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു പോർഷൻ ഇപ്പോൾ വ്യത്യാസം മനസ്സിലായോ, എൻ്റെ ഈ ചിന്നിൻ്റേത്. അപ്പോൾ ഈ ഒരു ഷേപ്പായിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത്, ഞാൻ എൻ്റെ മേക്കപ്പിൽ ഞാൻ ചെയ്യുവാണെങ്കിൽ, ഞാനിപ്പോൾ അങ്ങനെ നമ്മൾ ഡെയിലി ഒന്നും ഞാൻ കോണ്ടൂർ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. പക്ഷേ എന്തെങ്കിലും ഒക്കേഷനിൽ നമ്മൾ ഫൗണ്ടേഷനൊക്കെ ഇട്ട് നല്ല രീതിയിലൊരു മേക്ക് ഓവറൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കോണ്ടൂർ ചെയ്യും. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, ആദ്യം ഞാൻ ചെയ്യുന്നത് എൻ്റെ ജോ ലൈനാണ്. പിന്നെ നമ്മളുടെ ഈ ചീക്ക് ബോൺ, ഈ ബോണിൻ്റെ തൊട്ട് താഴെ ഈ ചീക്ക് ബോൺ ഏരിയൻ്റെ
അതായത് ഇതാണ് നമ്മളുടെ പോയിൻ്റ് കേട്ടോ. ഇതിൻ്റെ മിഡിൽ നമ്മളുടെ ഇവിടെ ഈ ഹെയർ ലൈൻ ഉണ്ടല്ലോ, അതിൻ്റെ കറക്റ്റ് മിഡിലായിരിക്കണം. ഒരിക്കലും ഇങ്ങോട്ടേക്ക് കയറി പോകാനും പാടില്ല, ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങാനും പാടില്ല. ആ രീതിയിലാണ് നമ്മളുടെ ഈ ചീക്കിൻ്റെ സൈഡിൽ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത് കേട്ടോ. ഇതായിരിക്കണം നമ്മളുടെ പോയിൻ്റ്. പക്ഷേ അത് മാത്രമല്ല, നമ്മൾ കോണ്ടൂർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരിക്കലും എന്താ പറയുക, നമ്മൾ ബ്ലഷ് ചെയ്യണ പോലെ ഇങ്ങനെ റൗണ്ടിലല്ല ചെയ്യേണ്ടത്. അത് മാത്രമല്ല ഇത്രയും വരെ കൊണ്ടുവരരുത് കേട്ടോ. ചിലവർ ഇങ്ങനെയൊക്കെ വരച്ച് വെക്കാറുണ്ട്. സോ അങ്ങനെയൊന്നും ചെയ്യാതെ കറക്റ്റായിട്ട് ഈ ചീക്ക് ബോണ്ട് ഈ പോയിൻറ്റിൻ്റെ അവിടെ നിന്ന് ഈ താഴെ ഈ പോർഷൻ ഇങ്ങനെ ആയിരിക്കണം. ഇതായിരിക്കണം നമ്മളുടെ പോയിൻ്റ് കേട്ടോ. ആപ്ലിക്കേഷൻ വേ ഇതായിരിക്കണം. ഇത് കറക്റ്റായിട്ട് ഇതാണ് നമ്മളുടെ ചീക്ക് ബോൺ. സോ ഇതിൻ്റെ കറക്റ്റ് മിഡിലിൽ തൊട്ട് താഴെയായിട്ട് വേണം വരാനായിട്ട്. ഇങ്ങനെ വേണം നമുക്ക് വരാൻ. ആപ്ലിക്കേഷൻ ഇതായിരിക്കണം. അതായത് കറക്റ്റ് ഇതിൻ്റെ ഈ ഒരു ഹെയർ ലൈൻസിൻ്റെ മിഡിൽ നിന്ന് ഇങ്ങനെ കേട്ടോ, ഇത്രയും വരാം. എന്നിട്ട് നമ്മൾ ഈ രീതിയിലേക്ക് ആയിരിക്കണം നമ്മൾ ബ്ലെൻഡ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവരിക. ഒരിക്കലും താഴത്തേക്ക് ഇറങ്ങി പോകരുത്. അതുപോലെ തന്നെ നമ്മളുടെ ഈ ഫോർഹെഡ് ഭയങ്കര വലുതാണെന്നുള്ളവർക്ക്, എല്ലാവർക്കും ചിലപ്പോൾ ഫോർഹെഡിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഫോർഹെഡ് ഭയങ്കര വലിപ്പമുണ്ട്, നമുക്ക് നെറ്റ് കയറിയിരിക്കുന്നു എന്നൊക്കെ പറയില്ല. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ നമുക്ക് ആ നെറ്റ് മാക്സിമം ഒന്ന് കവർ ചെയ്യാനായിട്ട് നമ്മളുടെ കറക്റ്റായിട്ട് ഇവിടെ നമുക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബോൺ നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഫോർഹെഡിൻ്റെ അവിടെയുള്ള ഈ പോയിൻറ്റ് ഇതാണ്, ഈ ബോൺ ഇതാണ് നമ്മുടെ പോയിൻറ്റ് വരുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ക്രോസ് ചെയ്യുക. ജസ്റ്റ് വളരെ ലൈറ്റായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ക്രോസ് ചെയ്ത് ജസ്റ്റ് മേളിലേക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് വിടുക. അപ്പോൾ നമ്മളുടെ ഫേസിൻ്റെ നമുക്ക് എങ്ങനെ എത്ര വൈഡാണെങ്കിലും ഈ പോയിൻ്റ് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും എവിടെയാണ് എത്രയാണ് നമുക്ക് ആവശ്യം, നമ്മളുടെ ഫേസിന് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് ഫോർഹെഡ് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമുക്ക് വരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തും കൂടി കാണിച്ചു തരാം. അപ്പോൾ ക്ഷമയുള്ളവർ മുഴുവനായിട്ട് ഇരുന്ന് കാണുക കേട്ടോ. ചിലവർ പറയും എന്തിനാ ഇങ്ങനെ വലിച്ചു നീട്ടുന്നതെന്നൊക്കെ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് ക്ലാസ് എടുത്ത് ശീലമാണ്. സോ നിങ്ങൾക്ക് ക്ഷമയില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും ബുദ്ധിമുട്ടി കാണരുത്. ഇതുണ്ട് ഈ പോയിൻറ്റ് ഈ ചെവിയുടെ ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ ആയിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത പോർഷൻസ് എല്ലാം ഇങ്ങനെ. അപ്പം ഞാൻ ഈ ഒരു രീതിയിലാണ് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്കിത് കാണുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ടാവും. അതായത് നമ്മളുടെ ഈ പോയിൻ്റ്, അതായത് നമ്മളുടെ ഈ ജോ ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ നിന്ന് അങ്ങനെ എന്നതിന് ശേഷം ഇത് നമ്മൾ നല്ല രീതിയിൽ താഴേക്ക് ബ്ലെൻഡ് ചെയ്യാം. മേളിലേക്കല്ല കേട്ടോ, താഴേക്കാണ്. ഇപ്പോൾ തന്നെ എനിക്ക് എൻ്റെ ആ ഒരു ഷേപ്പിലേക്ക് എനിക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് ഒരു ഷേപ്പ് വരുന്നുണ്ട്. സോ അതുപോലെ ഈ ഒരു ഏരിയ നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ബ്ലെൻഡറൊന്നും എടുത്തില്ല, ജസ്റ്റ് കയ്യിൽ ആണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ തന്നെ ആ ഒരു ഷേപ്പ് കണ്ടോ, നേരത്തേക്കാളും നമുക്ക് ആ ഒരു ഷേപ്പ് വരുന്നുണ്ട്. സോ ബ്ലെൻഡർ വെച്ച് ചെയ്യുന്നവർ ബ്ലെൻഡർ കൊണ്ട് ചെയ്യുക. അതല്ലെങ്കിൽ നമുക്കിതുപോലെ അപ്പോൾ നേരത്തേക്കാൾ നമുക്ക് ലോങ് എന്ന് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കുറച്ച് ഇവിടെ ഡബിൾ ചിഹ്നം പോലെ ഇങ്ങനെ കിടന്നതാണ്. പക്ഷേ ഇപ്പോൾ ആ ഒരു ഷേപ്പ് നമുക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ചീക്കിൻ്റെ ഏരിയ നോക്കാം. ചീക്കിൽ ചെയ്യുന്ന സമയത്ത് ഇത് എങ്ങനെ പിടിക്കാം. ഓക്കെ, ദെൻ അത് ഇപ്പം ഞാൻ ഫൗണ്ടേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ, ജസ്റ്റ് ഒന്ന് ഫേസിലൊന്ന് മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ മാത്രമേ ഉള്ളൂ. ഞാൻ വെറുതെ ആ ഒരു ഷേപ്പ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു ഫീച്ചേഴ്സ് എങ്ങനെയാണ്, ഷേപ്പല്ല, ആ ഒരു ഫീച്ചേഴ്സിൽ നമ്മളെങ്ങനെ ചെയ്യണം എന്നുള്ളത് മാത്രം കാണിക്കുന്നത്. മേളിലേക്ക് ചെയ്യാം. അപ്പോൾ തന്നെ നോക്കൂ, ഈ ഒരു ഏരിയ ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനെപ്പോഴും ഇതിൻ്റെയാണ് കൂടുതൽ ഞാൻ യൂസ് ചെയ്യുന്നത്. ദെൻ അതുപോലെ തന്നെ നമുക്ക്
ഇപ്പം നിങ്ങൾ ഫസ്റ്റ് എന്നെ കണ്ടത് ഇപ്പോഴും വ്യത്യാസം തോന്നും. അതുപോലെ ഇതാണ് ഫോർഹെഡിൻ്റെ ഏരിയ കേട്ടോ. ഇവിടെ ഞാൻ അത്ര ചെയ്യും, കാരണം എനിക്ക് അത്രയ്ക്ക് ഫോർഹെഡ് പ്രശ്നമൊന്നുമില്ല. അങ്ങനെയുള്ളവർ ഇതുപോലെ കൊടുത്തിട്ട് മേളിലേക്ക് ജസ്റ്റ് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് മാക്സിമം എന്താ പറയുക, ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു വ്യത്യാസം നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കുറച്ച് മുമ്പ് എന്നെ കാണുമ്പോൾ ഇങ്ങനെയായിരുന്നു അല്ലേ, ഭയങ്കര ഫേസ് ഭയങ്കര വൈഡായിട്ട് തോന്നി. ഇപ്പോൾ ജസ്റ്റ് ഒതുങ്ങിയ പോലെയുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റും കൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ പിക്സിയുടെ പ്രൊഡക്റ്റാണ്. സോ ഇച്ചിരി കോസ്റ്റ്ലി ആണെങ്കിലും ഇതുപോലെ ഇങ്ങനെ സ്റ്റിക്കായിട്ടാണ് വരുന്നത് കേട്ടോ. ഇതുപോലെയായിരിക്കും, ഇങ്ങനെ സ്റ്റിക്കാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കും. കാരണം വേറെയൊക്കെ ആണെങ്കിൽ നമ്മുടെ കയ്യിലല്ലാതാവും. പക്ഷേ ഇത് കണ്ടോ, അറിയുന്ന പോലും ഇല്ല, ഭയങ്കര നാച്ചുറലായിരിക്കും. അപ്പോൾ നമുക്ക് ദൂരെ നിന്ന് കാണുമ്പോൾ നമുക്ക് ആ ഒരു ഇത് മാത്രമേ തോന്നത്തുള്ളൂ. പക്ഷെ ഒത്തിരി ഓവറായിട്ട് എടുത്ത് കാണിക്കത്തുമില്ല. അതാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഗുണം. ഇത് കുറച്ച് റേറ്റ് ഉണ്ടാവും, 1800 2000 അടുത്ത് ഉണ്ടാവും. പക്ഷേ ഇതൊരു സ്റ്റിക്ക് വാങ്ങിച്ചു വെച്ചാൽ നിങ്ങൾക്ക് കുറേ കാലത്തേക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഒരുപാട് ചബി ആയിട്ടുള്ള ഫേസൊക്കെ ഉള്ളവർക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. മനസ്സിലായല്ലോ. കോണ്ടൂർ ചെയ്യുന്ന മുമ്പുള്ള എൻ്റെ ഇവിടെ ഭയങ്കര ഹെവി ആയിരുന്നു, കണ്ടിട്ടുണ്ടാവും. സോ ഇപ്പോൾ കോണ്ടൂർ ചെയ്തപ്പോൾ നമുക്കത് കുറച്ചും കൂടെ ലൈറ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ആ ഒരു കോണ്ടൂറിങ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ടെക്നിക്ക്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് പിക്സിയുടെ ആണ്. സോ PIX ആയിട്ട് ഞാനിതിൻ്റെ ലിങ്ക് വേണമെന്നുള്ളവർ പറയുക, ഞാൻ ഇത് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ പ്രൊഡക്റ്റ് ഒരിക്കലും പ്രൊമോഷൻ വീഡിയോ അല്ല, അതും കൂടി ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ്. ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ കയ്യിലുള്ള നല്ല പ്രൊഡക്റ്റാണ്. സോ അത് ഞാൻ നിങ്ങളോടും കൂടി കാണിക്കുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഇതാണ് ആ ഒരു ടെക്നിക്ക്. സോ നിങ്ങളെല്ലാവരും തന്നെ ഇങ്ങനെ പ്രശ്നമുള്ളവർ ഇപ്പോൾ ഇത് മേടിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും നല്ല കണ്ടൂർ മേടിക്കാം. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഫൗണ്ടേഷൻ്റെ പാലറ്റൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതിൽ തന്നെ കോണ്ടൂർ ഉണ്ടാവും. പിന്നെ അല്ലെങ്കിൽ കൺസീൽ പാലറ്റൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ അതിലുണ്ട്. സോ നൈക്കയുടെ കുഴപ്പമില്ലാത്ത പാലറ്റ് കിട്ടും കേട്ടോ, കൺസീൽ പാലറ്റ് കിട്ടും. അപ്പോൾ അതിൽ തന്നെ നമുക്ക് കോണ്ടൂർ എല്ലാം വരുന്നുണ്ട്. സോ അത് നമുക്കൊരു 600 800 എന്നുമാണ് വരുന്നത്. അത് മേടിക്കുക. ഇതെന്ന് വെച്ചാൽ അതൊക്കെ അപ്ലൈ ചെയ്താലും കുറച്ച് നമുക്ക് ഇച്ചിരി ഹെവി ഫീൽ ചെയ്യും. ഇതങ്ങനെയല്ല, ഇത് കുറച്ചും കൂടെ ഭയങ്കര നാച്ചുറലാണ്. ഇപ്പോൾ ഇത് നമ്മളിവിടെ ബ്ലഷും നമ്മളുടെ ഹൈലൈറ്റൊക്കെ വരുന്ന സമയത്ത് വളരെ സൂപ്പർബായിരിക്കും. കാരണം ഈ ഒരു കോണ്ടൂറിൻ്റെ ശരിക്കുള്ള റിസൾട്ട് അറിയണമെങ്കിൽ നമ്മൾ മുഴുവൻ മേക്കപ്പും ചെയ്ത് കഴിയുമ്പോഴാണ് ശരിക്കും ആ ഒരു കോണ്ടൂറിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. മനസ്സിലായോ? പിന്നെ ഇവിടെ നമുക്ക് ഡബിൾ ചിൻ ഉണ്ടെങ്കിൽ അവിടെയും കൂടി നമുക്ക് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു പോർഷൻ ഇങ്ങനെ ഉണ്ടാവും. എനിക്ക് ശരിക്കും ആ ഒരു ഫീൽ നല്ലപോലെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് നിങ്ങൾക്കത് മനസ്സിലായോ, ഈ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളത് പറയണം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് അറിയിക്കൂ കേട്ടോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് അല്ലെങ്കിൽ പഠിച്ചത് ഫേസ് കോണ്ടൂർ ഞാൻ ശരിക്കും പഠിപ്പിക്കുന്ന പോലെയാണ് ഞാൻ കാരണം എനിക്കതാണ് ശീലമായതുകൊണ്ട് അങ്ങനെയാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. അപ്പോൾ എല്ലാവർക്കും അതുപോലെ തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതും കൂടി പറയുക. അപ്പോൾ ഈ പ്രൊഡക്റ്റും പറഞ്ഞിട്ടുണ്ട് കേട്ടോ, പിക്സിയുടെ ആണ് പ്രൊഡക്റ്റ്. അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കണം. അപ്പോൾ ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, താങ്ക് യു.